സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട ഗവർണർ നിയോഗിച്ച റിട്ടയർഡ് ജഡ്ജി അധ്യക്ഷനായ അന്വേഷണ കമ്മീഷൻ സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങളില്ലാത്തത്. സർവകലാശാലയുടെ പരിധിയിൽ മാത്രം ഒതുങ്ങി പ്രവർത്തിക്കാനേ കമ്മീഷന് സാധിക്കൂ. സർക്കാരിന് ശുപാർശകൾ നൽകി നടപ്പാക്കാനുള്ള അധികാരവും കമ്മീഷനുണ്ടാകില്ല. ചാൻസലർ കൂടിയായ ഗവർണറുടെ രാഷ്ട്രീയ മുതലെടുപ്പിനും പബ്ലിസിറ്റി സ്റ്റണ്ടിനും മാത്രമുള്ള ഉപകരണമാണോ അദ്ദേഹം നിയോഗിച്ച റിട്ടയർഡ് ജഡ്ജി അധ്യക്ഷനായ അന്വേഷണ കമ്മീഷൻ എന്നതാണ് ഉയരുന്ന ചോദ്യം. കമ്മീഷൻ ഓഫ് എൻക്വയറി നിയമപ്രകാരം ഗവർണർക്ക് ഏതെങ്കിലും വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെങ്കിൽ മന്ത്രിസഭയോട് ശുപാർശ ചെയ്യണം. മന്ത്രിസഭ അംഗീകരിച്ച് സിറ്റിംഗ് ജഡ്ജിയെയോ റിട്ടയർഡ് ജഡ്ജിയെയോ നിയോഗിച്ച് ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിച്ചാണ് അന്വേഷണം ആരംഭിക്കേണ്ടത്. ആവശ്യമായവരെ സമൻസ് നൽകി വിളിച്ചു വരുത്താനുള്ള സ്റ്റാറ്റ്യൂട്ടറി അധികാരവും ഈ കമ്മീഷനുണ്ടാകും. കമ്മീഷൻ നൽകുന്ന ശുപാർശകളിന്മേലുള്ള ആക്ഷൻ ടോക്കൺ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുകയും വേണം. അതേസമയം ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ച് ഗവർണർ നിയോഗിച്ച അന്വേഷണ കമ്മീഷന് ജുഡീഷ്യൽ കമ്മീഷനായി പ്രവർത്തിക്കാൻ കഴിയില്ല. വസ്തുതാന്വേഷണത്തിനുള്ള പ്രത്യേക സമിതിയായി മാത്രമേ ഈ കമ്മീഷന് പ്രവർത്തിക്കാനാകൂ. തങ്ങളുടെ ശുപാർശകൾ സർക്കാരിലേക്ക് കൈമാറാനോ നടപടികൾ സ്വീകരിച്ചുവെന്ന് ഉറപ്പുവരുത്താനോ ഉള്ള അധികാരവും ചാൻസലർ നിയോഗിച്ച കമ്മീഷനില്ല എന്നതാണ് വസ്തുത. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.